ഒരു ടാറ്റ പറയുമ്പോ ഞാൻ ഇവിടെ ടാറ്റ പോക്ക്. അച്ഛമ്മ അങ്ങോട്ട് പോയോ ഇപ്പൊ വരൂട്ടാ ഹേ ഗൈസ്, അപ്പോൾ ചിങ്ങമാസം അവസാനം വരെ ഞങ്ങൾക്ക് ഓണായതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇന്ന് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ അച്ഛമ്മ അങ്ങോട്ട് പോയി എന്നുള്ള സങ്കടമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞങ്ങളിതാ പുറപ്പെട്ടു. ആദ്യം ഏട്ടന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. ഏട്ടനിങ്ങനെ കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ ടീഷർട്ട് എടുക്കണം എന്ന് കുറച്ചായി പറയണു. അപ്പോൾ അങ്ങനെ ഏട്ടന് 2-3 ടീഷർട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മാക്സിലേക്ക് പോവുകയാണ്. എപ്പോഴും പട്ടാമ്പിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ പോണ സമയത്ത് എനിക്കൊരു കാര്യം ഓർമ്മ വരാറുണ്ട്. ഞങ്ങളൊരു ദിവസം ഒരു ഷോപ്പിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയ സമയത്ത് എനിക്ക് അവിടുന്ന് ബാഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ മാക്സിലെത്തി. പട്ടാമ്പിയിലെ റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരത്തായാലും ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഇതാ ഞങ്ങൾ മാക്സിലെത്തി. ഏട്ടന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാണ് കേട്ടോ. ഏട്ടൻ എപ്പോഴും പറയും ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ ഒരുപാട് സമയം വേണമെന്ന്. പക്ഷേ ഏട്ടൻ്റെ കാര്യത്തിലും അതേ അവസ്ഥയാണ് കേട്ടോ. ഏട്ടന് ഒരുപാട് സമയം വേണം ഡ്രസ്സ് സെലക്ട് ചെയ്യണം, അതൊന്ന് ഇട്ട് നോക്കണം, അങ്ങനെ ഒരുപാട് സമയം വേണം. അങ്ങനെ ഇതാ ഏട്ടൻ ഓരോന്നായിട്ട് ഇട്ട് നോക്കുകയാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാണ്. കാറിൽ കയറിയാൽ പിന്നെ അവൾക്ക് ഉറക്കം തന്നെയാണ് പണി. അങ്ങനെ ഇതാ ആശാൻ അടുത്ത ഡ്രസ്സുമായിട്ട് പോകുന്നുണ്ട്, അത് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഏട്ടന് ഇതാ ഓരോന്നായിട്ട് ഇട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യാണ്. ഞാൻ അപ്പോഴും ഇവിടെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. ഏട്ടൻ്റെ ഷർട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ കുറേ മിററിൽ നോക്കി, കുറേ വീഡിയോസ് എടുക്കും, കുറേ പിക്സ് എടുക്കും, കുറേ അവിടെ വായ നോക്കി വെക്കും. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നല്ല കേട്ടോ, 2 എണ്ണം സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏട്ടൻ അവിടെ ബില്ല് ചെയ്യട്ടെ. ആ സമയത്ത് ഞാൻ ചെരുപ്പിട്ട് നോക്കുകയാണ്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ മാക്സിലെ ചെരുപ്പിന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബില്ല് ചെയ്തിട്ട് ഇറങ്ങി. എപ്പോൾ പട്ടാമ്പയ്ക്ക് ഇറങ്ങിയാലും ഏട്ടൻ ചോദിക്കട്ടോ ചായ കുടിക്കണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. മാക്സിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഷോപ്പിലാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അപ്പം ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.